ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അത് നമ്മൾ ചെല്ലും, ഡോക്ടേഴ്സിനെ കാണും, നമ്മുടെ രോഗം റെക്കഗ്നൈസ് ചെയ്യും. രോഗം റെക്കഗ്നൈസ് ചെയ്തതിനു ശേഷം ഡോക്ടേഴ്സ് തരുന്ന ലിസ്റ്റിലുള്ള പ്രിസ്ക്രിപ്ഷൻ ചെയ്തിരിക്കുന്ന ടാബ്ലറ്റ് നമ്മൾ കഴിക്കും. അതിന് പകരം ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ നമ്മുടെ ഫുഡിലൂടെ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം. രണ്ടാമത്തേത്, രോഗം വരാതിരിക്കാൻ നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാനാകും. ഈ രണ്ട് സാധനങ്ങളെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ, ന്യൂട്രീഷൻ എന്നുള്ള പദം നമുക്ക് പലർക്കും ഫെമിലിയർ ആയിരിക്കും, അല്ലെ? നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ കുഞ്ഞ് ആരോഗ്യം ഉണ്ടാവട്ടെ നമ്മളുടെ പേരൻസ് പറയുന്നിടത്ത് തൊട്ട് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്തിരുന്നതിൽ തുടർന്ന് ഇപ്പോഴും അല്ലെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണ്? എന്ത് ഫുഡ് കഴിക്കുക, അല്ലെ? അപ്പോൾ ഉദ്ദേശിക്കുന്നത് സ്വാദിഷ്ടമായ ആഹാരം എന്നുള്ളതിനപ്പുറത്തേക്ക് ഗുണകരമായ ആഹാരം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഈ ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഡെയിലി നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാൻ ഒരു ഫെസിലിറ്റി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ആരോഗ്യപ്രദമായ രീതിയിൽ ആഹാരം നമുക്ക് പ്രിപ്പയർ ചെയ്യാനും അത് കൺസ്യൂം ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് ഈ രോഗം വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ രോഗം ഈ സമയത്ത് എനിക്ക് വന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും, നമ്മുടെ രോഗം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പോകും. നോർമലി ഇപ്പം ഇൻഫെക്ഷൻ പോലുള്ള സാധനങ്ങൾ, വൈറൽ ഇൻഫെക്ഷൻ, ഫീവർ, അങ്ങനത്തെ രോഗങ്ങളെ കുറിച്ചല്ല. അതിനപ്പുറത്തേക്ക് ഇപ്പം നമുക്കൊരു നിശ്ചിത പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ജീവിതശൈലി ഡിസോർഡേഴ്സ് ഉണ്ട്. അതായത് ഡയബറ്റിസ്, അല്ലെങ്കിൽ എന്താ ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ഈ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യാനും നിയന്ത്രിക്കാനും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാര ക്രമീകരണമാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ നമ്മൾ റെഗുലർലി ഇപ്പൊ കണ്ടുവരുന്നത് എല്ലാ വീട്ടിലും നോർമലി ആറ്റിലേക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ടു പേർക്കെങ്കിലും ഷുഗർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവും. ബോർഡർ ലൈൻ എക്സീഡ് ചെയ്തിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ ബോർഡർ ലൈനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. രണ്ടാമതാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP എന്ന് പറയുന്നത്, BP വേരിയേഷൻ ഉള്ള ആൾക്കാർ. അപ്പൊ അത് ചെറിയ കുട്ടികൾക്ക് വരെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 14-15 വയസ്സ് തൊട്ട് BP വേരിയേഷൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർ വെയിറ്റ്, ഒബേസിറ്റി, ഇതൊക്കെ കുഞ്ഞു കുട്ടികൾ തൊട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ ജീവിതശൈലി നമ്മൾ നിയന്ത്രണ വിധേയമാക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പോഷക സമൃദ്ധമായ ആഹാരശീലം ഇല്ലാത്തത് കൊണ്ടും കൃത്യമായ ഒരു ജീവിത എക്സസൈസിന്റെ ലാക്ക് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കൊണ്ടും നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ഈ ഒബൈസിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നതും ഒരു ഡിസോർഡർ ആണ്. അതേപോലെ തന്നെ എക്സ്ട്രീം ലീൻ ആയിപ്പോ അല്ലെങ്കിൽ ഭയങ്കര BMI 18.5 താഴേക്ക് വരെ അമിതമായിട്ടുള്ള ഭാരക്കുറവ്, ഇതും ഒരു ന്യൂട്രീഷന്റെ ഡിസോർഡർ ആണ്. അപ്പോൾ സമീകൃതമായ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരുപാട് ആഹാരം കഴിച്ചത് കൊണ്ടായില്ല, കഴിക്കുന്ന ആഹാരത്തിൽ എന്തെല്ലാം ന്യൂട്രിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് ഉണ്ടോ, പ്രോട്ടീൻസ് ഉണ്ടോ, മിനറൽസ് ഉണ്ടോ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ളതാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഫാറ്റ് റിച്ച് ആയിട്ടുള്ളതാണോ കഴിക്കുന്നത്, ഏത് ഇൻക്ലൂഡ് ചെയ്യണം, ഏത് എക്സ്ക്ലൂഡ് ചെയ്യണം, ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രീഷനെ കുറിച്ച് പഠിച്ചിരിക്കണം. നമുക്ക് ആവശ്യമായ പോഷകങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ നമുക്ക് ഇതിനെ നമ്മുടെ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഫുഡിൽ നിന്ന് നമുക്ക് എത്ര എമൗണ്ട് നമ്മൾ കൈപ്പിടിയിൽ എടുക്കുന്ന ഒരു ഉരുള ചോറിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിൽ എന്തൊക്കെ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് എന്ന് അറിയാൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, നമ്മുടെ ആരോഗ്യം നമ്മൾ സേഫ് ആക്കി വെക്കാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ ഹെൽത്തി ഉള്ളവരായിരിക്കാൻ, അടുത്ത തലമുറ ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ, എന്നൊക്കെ നമ്മൾ എന്തിനെ കുറിച്ച് അറിയണം? ന്യൂട്രീഷനെ കുറിച്ച് അറിയണം. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസിനെ കുറിച്ച് അറിയണം. ഇതിന്റെ ന്യൂട്രിയൻസ് ലോസ് ആകാതെ എങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിക്കണം. ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ശരിക്കും ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, റെലവെന്റ് ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത്, നമുക്കറിയാം ഈ ഷുഗർ പോലുള്ള രോഗങ്ങൾ ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ലൈക്ക് ക്യാൻസറസ് പോലുള്ള രോഗങ്ങൾ ജനറ്റിക്കലി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റ് ആയിട്ടുള്ള ജീവിതശൈലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പരമ്പരാഗതമായ രോഗങ്ങൾ വരെ, ഈ ജീനിനെ വരെ നമുക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് ന്യൂട്രി ജീനോമിക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രശാഖ തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ആഹാരശീലങ്ങളിലൂടെ, ജീവിതശൈലി ക്രമീകരണത്തിലൂടെ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ, അതുപോലെ തന്നെ ജനറ്റിക്കലി ട്രാൻസ്ഫോം ചെയ്ത് വരാൻ സാധ്യതയുള്ള രോഗകോശങ്ങളെ വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം സ്പേസ് ന്യൂട്രീഷൻ, സ്പേസിൽ പോകുന്ന ആൾക്കാർ, ഇപ്പം അവരൊക്കെ നമ്മൾ പോകുന്ന പോലെ നമുക്ക് ഫുഡ് കൊണ്ടുപോകാൻ പറ്റില്ല. അവരെ കൊണ്ടുപോകുന്ന ഫുഡ് എന്ന് പറയുന്നത് പേസ്റ്റ് ഫോമിൽ അല്ലെങ്കിൽ ജ്യൂസ് ഫോമിൽ അല്ലെങ്കിൽ സിറപ്പ് ഫോമിലുള്ള
ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അവർക്കൊരു പീനട്ട് സൈസിലുള്ള ഫുഡ് ആയിരിക്കും ഒരു നേരം അവർ കഴിക്കുക. പക്ഷെ ആ പീനട്ട് സൈസിലുള്ള ഫുഡിൽ അവർക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് ഉണ്ടാവണം, മിനറൽസ് ഉണ്ടാവണം, പ്രോട്ടീൻ ഉണ്ടാവണം, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം. അവർക്ക് അവിടെ ജീവിക്കാൻ, അവരുടെ ആ സ്പേസിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ അവർക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ള ന്യൂട്രീഷനെ കുറിച്ചുള്ള പഠനമാണ് സ്പേസ് ന്യൂട്രീഷൻ. അതുപോലെ നേവി ന്യൂട്രീഷൻ, മിലിറ്ററി ന്യൂട്രീഷൻ, അതൊക്കെ ഇതിന്റെ ന്യൂട്രീഷന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ്, പോസിബിലിറ്റീസ് ആണ്. അപ്പം ഇതൊരു അമിതം എന്താ പറയുക, അനേക ബ്രാഞ്ചുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് ഡിവിഷൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പം നമ്മുടെ വീട്ടിലെ അത്താഴ മേശ, നമ്മുടെ റൂട്ട് മെമ്മറിയിൽ അല്ല, നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന മേശയിൽ നിന്ന് ആരംഭിക്കുന്ന ന്യൂട്രീഷനെ കുറിച്ചുള്ള പഠനം സ്പേസിൽ വരെയും എത്തി നിൽക്കുന്ന ഒന്നാണ്, അനന്ത സാധ്യതകളുള്ള ഒന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വരും ക്ലാസ്സുകളിൽ തുടർന്ന് കാണാവുന്നതാണ്.